കാസർഗോഡ് NDA സ്ഥാനാർത്ഥി ML അശ്വിനി പത്രിക സമർപ്പിക്കാനെത്തുന്നു. അരുൺ പാറയ്ക്കൽ ആ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അരുൺ, എന്താണ് വിവരങ്ങൾ? കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി ഇപ്പോൾ BC റോഡിൽ നിന്ന് റോഡ് ഷോ ആരംഭിച്ചിട്ടുണ്ട്. 500-ലധികം പ്രവർത്തകരുടെ അകമ്പടിയോടുകൂടിയാണ്, വലിയ ആഹ്ലാദപ്രകടനത്തോടുകൂടിയാണ് കളക്ടറേറ്റിലേക്ക് ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനായി എത്തുന്നത്. ഇപ്പോൾ കളക്ടറേറ്റിന് മുൻവശത്തേക്ക് സ്ഥാനാർത്ഥിയും പ്രവർത്തകരുമൊക്കെ എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ ജില്ലാ ഭരണാധികാരിയായ ജില്ലാ കളക്ടർക്ക് ML അശ്വിനി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. ഡമ്മി സ്ഥാനാർത്ഥിയായി A വേലായുധൻ, അതായത് ജില്ലാ സെക്രട്ടറി, BJPയുടെ ജില്ലാ ജനറൽ സെക്രട്ടറിയാണ്, അദ്ദേഹവും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. ഇപ്പോൾ സ്ഥാനാർത്ഥി നമുക്ക് ചേരുകയാണ്. എത്രത്തോളം ആത്മവിശ്വാസമുണ്ട്? എത്രത്തോളം ആത്മവിശ്വാസത്തിലാണ്? 100%, 100%. 100% ആത്മവിശ്വാസമാണ്. പ്രവർത്തകർ ഒരുപാട് കൂടെ ഉണ്ട്. ഇപ്പോൾ എത്ര ഘട്ടം കഴിഞ്ഞു പ്രചരണം? ഒന്നാം ഘട്ടം കഴിഞ്ഞു, രണ്ടാമത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓൾറെഡി ഒരു 40% കഴിഞ്ഞു രണ്ടാം ഘട്ടം. ആളുകളുടെ പ്രതികരണമൊക്കെ നല്ല പ്രതികരണം ഗംഭീരമായിട്ട് നടക്കുന്നുണ്ട്. നല്ല പോസിറ്റീവ് വൈസ് ഉണ്ട്. വേണ്ടത് തന്നെയാണ്. സ്ഥാനാർത്ഥി പറഞ്ഞതുപോലെ തന്നെ 3 ഘട്ടങ്ങളായി BJPയുടെ NDAയുടെ പ്രചരണ പരിപാടികളൊക്കെ മണ്ഡലത്തിൽ കഴിഞ്ഞു. മാത്രമല്ല ജില്ലയിലെ തന്നെ ഈ മണ്ഡലത്തിലെ, കാസർഗോഡ് മണ്ഡലത്തിലെ ആദ്യ വനിതാ സ്ഥാനാർത്ഥിയാണ്, NDAയുടെ ആദ്യ വനിതാ സ്ഥാനാർത്ഥിയാണ് ML അശ്വിനി. വർക്കാടി ബ്ലോക്ക് പഞ്ചായത്തിലെ അംഗം കൂടിയാണ്. ആദ്യ തെരഞ്ഞെടുപ്പിൽ തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായ ഒരു ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് ഈ കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥിയായി ML അശ്വിനി തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത്. എന്തായാലും അല്പസമയത്തിനകം ജില്ലാ കളക്ടർക്ക്, ജില്ലാ ഭരണാധികാരിക്ക് ML അശ്വിനി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. 500ഓളം പ്രവർത്തകരുടെ അകമ്പടിയോടുകൂടിയാണ് ഇവിടേക്ക്, കളക്ടറേറ്റിന് മുന്നിലേക്ക് ഇപ്പോൾ സ്ഥാനാർത്ഥി എത്തിയിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ അകത്തേക്ക് കയറും. അതിന് നടപടിക്രമങ്ങളൊക്കെ ആരംഭിക്കും. വേണു. ശരി, അരുൺ പാറയ്ക്കലാണ് കാസർഗോഡ് നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.